സെപ്റ്റംബർ 27, 2025 വൈകുന്നേരങ്ങളിൽ ഞാനും നിങ്ങളും കേട്ട വാർത്ത തികച്ചും ഞെട്ടലോടെയായിരുന്നു. ഏകദേശം വരുന്ന 41ഓളം വരുന്ന ജനങ്ങൾ മരണപ്പെടുകയും 100ഓളം വരുന്ന മനുഷ്യർക്ക് പരിക്കുകൾ സംഭവിക്കുകയും ചെയ്തു. ഇതിന് ഉത്തരവാദി ആര് എന്ന ചോദ്യത്തിൻ്റെ പിന്നാലെയായിരുന്നു ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹം. പക്ഷേ അവിടെ ഒരാൾ പറഞ്ഞ വാക്യം വളരെ പ്രാധാന്യമാണ്. BR അംബേദ്കർ. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കൂടെ തന്നെ ആരാധന ഒരു പൊളിറ്റിക്സ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവിടെ വിജയിക്കുമതല്ലേ സംഭവിച്ചത്? അതിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, അതിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ, രാഷ്ട്രീയ തർക്കങ്ങൾ ഞങ്ങളിവിടെ ചർച്ച ചെയ്യുന്നു. ഈ മരണപ്പെട്ടവരിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ടാകാം. മനുഷ്യരാണ്, മനുഷ്യന് ശ്വാസം കിട്ടാതെ മരിച്ചുപോയവരാണ്. അവരുടെ ജീവനായി നമുക്കും സങ്കടം രേഖപ്പെടുത്തും. കരൂർ ദുരന്തം തമിഴ്നാട്ടിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഇത്രയും ദിവസം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാതിരുന്നത് നമുക്ക് കൃത്യമായി അറിയായിരുന്നു. അന്ന് ആ വിഷയത്തെ ഇത് സംഭവിച്ച ഉടനെ തന്നെ ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായ ഒരു ക്ലാരിറ്റി കിട്ടത്തില്ലായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം ശനിയാഴ്ച ആ ഒരു ദുരന്തം സംഭവിച്ചതിന് ശേഷം നമ്മൾ ഇന്നിത് സംസാരിക്കുമ്പോൾ എല്ലാ തരത്തിൽ നിന്നും നമുക്കൊരു കൃത്യമായ കാഴ്ചപ്പാടുകൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു മതവിശ്വാസത്തിൽ നിങ്ങൾ വിശ്വസിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മോക്ഷം കിട്ടും, അല്ലെങ്കിൽ നമുക്ക് അതിനകത്തുനിന്നൊരു റിലീജിയനായിട്ട് പോകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് റിലീഫ് കിട്ടും. പക്ഷെ ആ സാധനം പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ ആരാധന പൊളിറ്റിക്സിൽ വന്നു കഴിഞ്ഞാൽ അതെന്ത് പറ്റും? ജനാധിപത്യമായുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ ഇല്ലാതാക്കും. തമിഴ്നാട്ടിൽ ഒരു ദ്രാവിഡ രാഷ്ട്രീയമാണ് DMKയുടെ. ആ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയങ്ങളെല്ലാം സിനിമകളിൽ നിന്ന് നേരിട്ട് വന്നിരിക്കുന്നവരാണ് രാഷ്ട്രീയങ്ങൾ കൈവരിച്ചിരിക്കുന്നത്. ഇപ്പം ജയലളിതയാണെങ്കിലും MGR ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MGRന്റെ ഒരു രാഷ്ട്രീയം ദ്രാവിഡ രാഷ്ട്രീയത്തിൽ അതിനകത്ത് നിന്നിട്ട് അതിനുശേഷം അതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷമാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. പക്ഷേ ഈ കരൂർ ദുരന്തത്തിൽ വിജയ് എന്ന് പറയുന്ന മഹാനടനാകാൻ വന്ന പൊളിറ്റിക്സിലേക്ക് വന്ന ജനങ്ങളെ സേവിക്കണമെന്ന് ഉള്ള ഒരു ഇൻറ്റൻഷനിലാണ് വന്നതെന്ന് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. ചിലപ്പം നിന്റെ ഒരു ആശയത്തിൽ എന്തായിരിക്കും ഒരു വിജയ് ഈ രാഷ്ട്രീയ പ്രവേശനം നടത്തിയതിൽ നിന്റെ ഒരു കാഴ്ചപ്പാട് എന്തായിരിക്കും? പുള്ളി ആദ്യം തന്നെ പറഞ്ഞായിരുന്നു പുള്ളി രാഷ്ട്രീയത്തോട്ട് കയറുന്നു, അതായത് നമ്മുടെ ക്യാപ്റ്റൻ വിജയകാന്തിനെ പിന്തുടർന്നാണ് പുള്ളി പാർട്ടിയിലേക്ക് വരുന്നതെന്ന് പുള്ളി ആദ്യമേ പറഞ്ഞായിരുന്നു. ആ രീതിയിൽ ജനങ്ങളെ സേവിക്കണം, അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു പുള്ളിക്ക്. ജനങ്ങളോട് പറയാനും ചെയ്യാനും പ്രവർത്തിക്കാനും പല കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരു രീതിയിലാണ് പുള്ളി ഇപ്പോൾ രാഷ്ട്രീയത്തോട്ട് വരാൻ ചെയ്യുന്നതെന്ന് അതിനോട് ഞാൻ ചോദിക്കുന്നുള്ളൂ. നന്ദു, എനിക്ക് അതിനകത്തുള്ള ഒരു സംശയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോടാനുകോടി ആസ്തിയുള്ള ഒരു മനുഷ്യൻ, എൻ്റെ ഒരു സംശയമാണ്, ഒരു സിനിമാ നടനാണ് വിജയ് എന്ന് പറയുന്നത്. തമിഴ്നാട് എന്നുള്ള ഒരു ചെറിയ സംസ്ഥാനത്തിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ്, അല്ലെങ്കിൽ അദ്ദേഹം നടനെന്ന രീതിയിൽ വ്യാപിച്ചു കിടക്കുന്നത്. ഇന്ത്യ മൊത്തം വ്യാപിച്ചു കിടക്കുന്നുണ്ട്. പാൻ ഇന്ത്യൻ നടനാണ്. അദ്ദേഹത്തിന് നിരവധിയാർന്ന സാമ്പത്തികമുണ്ട്, ബിസിനസ്സുകളുണ്ട്, എല്ലാമുണ്ട്. അദ്ദേഹത്തിന് പ്രസക്തിയുണ്ട്, പണമുണ്ട്. ഇത് വെച്ച് മാത്രം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ഫേസ് ആയിട്ട് മുന്നോട്ട് വരിക, അല്ലെങ്കിൽ ഒരു നാടിൻ്റെ അധികാരം, അല്ലെങ്കിൽ അത് പവറിലേക്ക് കയറുക, ആ രീതിയിലേക്കാണോ രാഷ്ട്രീയം എന്ന കാഴ്ചപ്പാട് ഉടലെടുക്കുന്നത്? അതോ പിന്നീട് എനിക്കൊരു സംശയം, ഞാൻ നിസ്സാരമായൊരു ചോദ്യം ചോദിച്ചോട്ടെ. മനുഷ്യന് പണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ അവനെ ഇങ്ങനെയാണ് 3 കാര്യങ്ങളിലാണ് പറയുന്നത്: പണം, പവർ, പെണ്ണ് നമുക്ക് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് ഇന്നത്തെ സമൂഹത്തിൽ, അതുകൊണ്ട് നമ്മൾ അത് മാറ്റുന്നു. പണവും പവറും. അപ്പോൾ സ്വാഭാവികമായി വിജയുടെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് വ്യക്തിപരമായി അദ്ദേഹത്തിന് പവർ ഉണ്ടാക്കിയെടുക്കുക, റൂള് ചെയ്യുക എന്നുള്ള ഒരു രീതിയല്ലേ? അതോ ജനസേവനമാണോ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈം ഇന്റൻഷൻ? ഇപ്പം ഞാൻ പറയുന്നത്, മറ്റ് പാർട്ടികളെ അപേക്ഷിച്ച് പുള്ളി ഒരു ഇത് കൊണ്ടുവരാനാണ് പുള്ളി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പോൾ മറ്റേ പാർട്ടി ചെയ്യുന്നതിനേക്കാളും വലിയൊരു തോതിൽ ജനങ്ങളെ സേവിക്കണം, അവർക്ക് വേണ്ട നല്ല ചെയ്തു കൊടുക്കണം, അങ്ങനെ കുറേ പ്രയോറിറ്റികൾ ഇല്ലാതെ വരുന്നുണ്ട് മെയിനായിട്ട്. ശരിയായിരിക്കും. ഇപ്പം ഞാൻ അതിനോടൊന്നും വിയോജിപ്പുകളല്ല. പക്ഷെ എൻ്റെ ചോദ്യം ഇത്രയായിരുന്നു. അപ്പം നന്ദു പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രൈം ഇൻറ്റൻഷൻ ജനസേവനം തന്നെയാണ്. അതെ.
അപ്പം അതിനുവേണ്ടിയാണ് അദ്ദേഹം ഒരു പാർട്ടിയെ രൂപീകരിച്ചത്. നിലവിലുള്ള പാർട്ടികളെക്കാൾ അദ്ദേഹം പാർട്ടി രൂപീകരിക്കുന്നതിലെ പ്രൈം ഇൻറ്റൻഷൻ ജനങ്ങളെ സേവിക്കുകയും, കാരണം അദ്ദേഹം ഇപ്പോൾ നന്ദുവിൻ്റെ കാഴ്ചപ്പാട് ഞാനൊരു സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ പൈസ കണ്ട് മതിമറന്നൊരു വ്യക്തിയാണ്. സ്വാഭാവികമായി ഇനി തൻ്റെ ദൗത്യം എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലുള്ള ജനങ്ങളെ സേവിക്കുക. അപ്പം ആ രീതിയിലേക്ക് വേണ്ടിയാണ് അദ്ദേഹം TVK എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിക്കുകയും ആ പാർട്ടിയിലെ പ്രവർത്തനങ്ങൾ നടത്താനും മുന്നിൽ വരുന്ന മത്സരങ്ങളിൽ, അതായത് ഇപ്പോൾ വരുന്ന ജനങ്ങളുടെ ഏറ്റവും വിശ്വാസമുള്ള ഈ മന്ത്രിസഭയിലും അതിലൂടെയൊക്കെ അവരുടെ റെപ്രസെൻറ്റേറ്റീവിനെ കൊണ്ടുവന്ന് തമിഴ്നാട് സർക്കാരിനെ തന്നെ അദ്ദേഹം പിടിച്ചു വെച്ചെന്ന ഉദ്ദേശം ഞാൻ അങ്ങനെയല്ല, ജനാധിപത്യപരമായി അധികാരമേറ്റ് ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ്. പക്ഷെ തമിഴ്നാടിൻ്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ ദ്രാവിഡ രാഷ്ട്രീയം. ആ DMK ഇപ്പോൾ സ്റ്റാലിനാണല്ലോ, ഉദയനിധി സ്റ്റാലിനാണല്ലോ, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരും സ്റ്റാറുകളാണ്. ഇപ്പം നന്ദു ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല, ഈ DMK സ്റ്റാലിൻ ഇതുവരെ വിജയ് ഒരു എതിരാളിയായി എവിടെയെങ്കിലും രേഖപ്പെടുത്തിയതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഇതുവരെ ഒരു ഇതിലും പുള്ളി അങ്ങനെ ഒരു പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് അത് പറഞ്ഞിട്ടില്ലെന്നാണ് നന്ദുവിന് തോന്നുന്നത്? അപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാ പുള്ളി അതിനെ ഒരു വേറെ രീതിയിലായിരിക്കും കാണുന്നത്. അതായത് സ്റ്റാലിൻ എന്ന വ്യക്തി, DMKയുടെ ഇപ്പൊ തമിഴ്നാട് മുഖ്യമന്ത്രിയായ സ്റ്റാലിൻ എന്ന വ്യക്തി, അല്ലെങ്കിൽ DMK പോലും വിജയ് എന്ന പൊളിറ്റിക്കൽ ആക്ടറിനെ, ഞാൻ കൃത്യമായി സ്റ്റേറ്റ് ചെയ്യുകയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്, പൊളിറ്റിക്കൽ ആക്ടറിനെ, രാഷ്ട്രീയ അഭിനേതാവിനെ, അല്ലെങ്കിൽ അഭിനേതാവായ രാഷ്ട്രീയക്കാരനെ പറയുന്നത് പൊളിറ്റിക്കൽ ആക്ടറിന് കഴിഞ്ഞ ദിവസം വിജയുടെ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലാക്കിയ ഞാനൊരു കാഴ്ചപ്പാടാണ് പൊളിറ്റിക്കൽ ആക്ടർ എന്ന ഒരു തംബ്ലയും കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്. അപ്പം അദ്ദേഹത്തിനെ പോലും DMK ആ അപകടം നടത്തുന്നതിന് ശേഷം പോലും DMK കൃത്യമായി അദ്ദേഹത്തിനെ അഡ്രസ്സ് ചെയ്തില്ല. ആ സ്റ്റാലിൻ പറഞ്ഞ വ്യക്തമായൊരു കാര്യമുണ്ട്, ഇത് ഇങ്ങനെ സംഭവിച്ചു, ഇനി ഇത് സംഭവിക്കാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാം എന്നാണ്. അതിനുശേഷം ഇന്നലെയാണെന്ന് തോന്നുന്നു, ഇന്നലെ എങ്ങാണ്ട് ഒരു 4 മിനിറ്റ് 58 സെക്കൻഡുള്ള ഒരു വീഡിയോ വന്നു. ആ വീഡിയോയ്ക്കകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും പൊളിച്ചടുക്കിക്കൊണ്ട് സർക്കാർ ഒരു കോൺഫറൻസ് നടത്തി. ആ വീഡിയോയെ കുറിച്ച് നന്ദുവിന് എന്താ പറയാനുള്ളത്? വീഡിയോ പുള്ളി ഇപ്പോൾ പറഞ്ഞു, പുള്ളി എന്തെങ്കിലും എന്നോട് ചെയ്യാനുള്ളത് എന്നോട് ചെയ്യുക, ജനങ്ങളോട് ഒന്നും ചെയ്യാതിരിക്കാന്ന് പുള്ളി ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് കണ്ടിട്ട് എനിക്ക് പുള്ളി അതിൻ്റെ അകത്ത് പുള്ളി പറഞ്ഞ കാര്യത്തിൽ കുറച്ച് സത്യം എനിക്ക് കൂട്ടിക്കോ. ഏത് തരത്തിലുള്ള സത്യസന്ധത? എന്തൊക്കെ കാര്യം? ഇപ്പൊ ഈ 2 ദിവസം ഇറങ്ങിയ വീഡിയോയ്ക്കകത്ത് ഒരു സ്ത്രീ പറയുന്നുണ്ട്, വെളിയിൽ നിന്ന് 15 പേര് ആൾക്കാർ അതിൻ്റെ ഇടയ്ക്കോട്ട് കയറി വന്നിട്ടും അവരെ കുഴിയിലോട്ട് തള്ളിയിടുകയും ചവിട്ടി മെതിക്കുകയും അങ്ങനെ ചെയ്ത് പല ഒരു സ്ത്രീ പറയുന്നുണ്ട്, പ്രത്യേകം എടുത്തെടുത്ത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറേ പേര് അവരെ ന്യായീകരിക്കുന്നുണ്ട്, കുറേ ന്യായീകരിക്കാൻ ഇരിക്കുന്നുണ്ട്, പല രീതിയിലും സംസാരിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പം വിജയ് വീഡിയോ ഇട്ടെന്ന് പറഞ്ഞു. പുള്ളി വീഡിയോ ഇട്ടെന്ന് പറയുമ്പോൾ ചിലർ പറയുന്നത് പുള്ളി ആക്ടിങ് ആണ്, പുള്ളി അത് വേറെ രീതിയിൽ എടുക്കാൻ വേണ്ടിയാണ്, ജനങ്ങളെ വീണ്ടും പിടിച്ചെടുക്കാൻ വേണ്ടി രീതിയിലാണ് സംസാരിക്കുന്നത്. ബാക്കി ചില ആൾക്കാർ പറയുന്നത്. നന്ദു, എനിക്ക് ആ വീഡിയോ, ഞാൻ ആ 4 മിനിറ്റ് 58 സെക്കൻഡുള്ള വീഡിയോ ഞാൻ 2-3 വട്ടം ഞാനത് ശ്രദ്ധിക്കുകയുണ്ടായി. അപ്പം അതിൽ നിന്ന് എനിക്ക് കുറേ സംശയങ്ങളും ഉണ്ടായി. എനിക്കുണ്ടായ അതേ സംശയങ്ങൾ തന്നെയാണ് എനിക്ക് ക്ലാരിറ്റിയോടെ അവിടുത്തെ സർക്കാർ തന്നു. മെയിനായിട്ട് ഇഷ്യൂ ആ ദുരന്തത്തിൽ പറഞ്ഞത്രയും പോലീസുകാർ വന്നില്ലെന്നുള്ളതല്ല ഒന്നാമത്തെ ഇഷ്യൂ. അതായത് സംശയങ്ങളാണ്, കൃത്യമായി ശ്രദ്ധിച്ചോണം. രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു, അവിടെ ഒരു പൊളിറ്റിക്കൽ പ്ലേ നടന്നു അല്ലേ, പിന്നെ അനുമതി കൊടുത്തില്ലെന്ന് പറയുന്നു അല്ലേ, കൊടുത്തില്ല. പിന്നെ പരിപാടിയുടെ സമയം, പിന്നെ കറണ്ട് പോയെന്ന് പറയുന്നു, പിന്നെ ആംബുലൻസിന്റെ സജ്ജീകരണം, ഇത്രയും കാര്യങ്ങളാണ് അവിടെ കോംപ്ലിക്കേഷൻ ആയിട്ട് വന്നത്. അവിടെ മറ്റൊരു കോംപ്ലിക്കേഷൻ ഒരു പൊളിറ്റിക്കൽ പ്ലേയും കൂടെയാണെന്ന് പറയുന്നു. അതായത് തമിഴ്നാട് സർക്കാർ ഭരിക്കുന്ന DMK വിജയെ കണ്ട് ഭയപ്പെടുന്നു. വിജയ് ഇനിയും മുന്നോട്ട് വരാൻ സാധ്യതയുള്ള വ്യക്തിയാണ്. അപ്പം വിജയെ അടിയോടെ കളയണം എന്ന ഇന്റൻഷനിൽ DMK അല്ലെങ്കിൽ അവിടുത്തെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ അവിടെ മനുഷ്യനെ കുരുതി കൊടുത്തതാണെന്നുള്ള മനുഷ്യത്വരഹിതമായ വാദത്തിൽ നന്ദു ഉറച്ചു വയ്ക്കുന്നുണ്ട്. അത് കൃത്യമായി കേട്ടല്ലോ, മനുഷ്യത്വരഹിതമായ വാദത്തിൽ നന്ദു ഉറച്ചു വയ്ക്കുന്നുണ്ടോ? അതായത് ഇന്റൻഷനലി ചെയ്തതെന്ന്. പക്ഷെ ഞാൻ കൃത്യമായി പറയാം, അവിടെ വിജയുടെ ആദ്യത്തെ പരിപാടി അല്ലത്. അല്ല, വിജയുടെ എനിക്ക് തോന്നുന്നു നാലാമത്തെ പരിപാടിയാണ്. ആ 4ാമത്തെ പരിപാടിയിൽ പോലീസിനെ സജ്ജീകരിച്ചില്ലെന്ന് പറയുന്നു.
അവിടെ കൃത്യമായ തെളിവുകളോടുകൂടി, അതായത് ഇതിന്റെ ഉത്തരവാദിത്വമുള്ള മേലധികാരിയായ പോലീസ് പറഞ്ഞ എന്താണെന്നറിയോ, സാധാരണഗതിക്ക് 50 പേർക്ക് ഒരു പോലീസ് എന്ന രീതിയിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ സംഭവിച്ച എങ്ങനെയാണെന്നറിയോ, 20 പേർക്ക് ഒരു പോലീസ് എന്നുള്ള രീതിയിൽ. ഒന്നാലോചിച്ചേ, അതായത് 15,000 പേര് വരുമെന്ന് പറഞ്ഞ രണ്ടാമത്തെ സംശയത്തിന്റെ ഉത്തരവാണ് പറയുന്നത്. 15,000 പേര് വരുന്ന പരിപാടി എന്ന് പറഞ്ഞതിനകത്ത് അവര് ഏകദേശം അസ്യൂം ചെയ്ത്, അല്ല അവർ ഊഹിച്ചത് 20,000 പേരോളം പങ്കെടുക്കാവുന്നു. അപ്പൊ അത്രയും 20,000 ഡിവൈഡഡ് ബൈ 20, അതിനനുസരിച്ചുള്ള പോലീസിനെ അവർ റേഷ്യോയില് തമിഴ്നാട് സർക്കാർ അവിടെ ഒരുക്കിയായിരുന്നു. രണ്ടാമത്തെ കേസ്, ഈ പരിപാടിക്ക് അനുമതി കൊടുത്തില്ല, കറണ്ട് പോയെന്നൊക്കെ പറയുന്നു. വിജയുടെ ആ വരവിനോടുള്ള അനുബന്ധിച്ചിട്ടുള്ള ആ പ്രകടനത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ അത്രയും പരിപാടി നടത്തുന്ന അത്രയും ജനങ്ങൾ അവിടെ തഴച്ചു കൂടിയെന്ന്. അതിന് മെയിൻ കാരണം എന്തായിരുന്നു അറിയാമോ? മെയിൻ കാരണം 3 മണിക്ക് 12 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ 12 to 3 തുടങ്ങുമെന്ന് പറഞ്ഞ പരിപാടി തുടങ്ങിയത് എത്ര മണിക്കാണ്? രാത്രി 7 മണിക്ക്. എന്തുകൊണ്ട്? പുള്ളിക്ക് ആ സമയത്ത് എത്തിച്ചേരാൻ പറ്റിയില്ല. അവിടെ സമയത്തിന് എത്തിച്ചേരാൻ പറ്റിയില്ല. അത് ഒരു വീഴ്ച പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ട്, അംഗീകരിക്കുന്നു. ഇനി രണ്ടാമത് അനുമതി കൊടുത്തില്ല, കറണ്ട് ഇല്ല. കറണ്ട് ഇല്ലാതായത് എങ്ങനെയാണെന്നറിയോ? ഇത്ര ആൾക്കാർ തഴച്ചു കൂടിയപ്പോൾ അവിടെ ജനറേറ്റർ റൂമിൽ വന്ന പാളിച്ചയിലാണ് കറണ്ട് പോയത്. അവരുടെ ലൈറ്റ് ലാമ്പ് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ പോലീസ് അവിടെ കൃത്യമായി ആ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അന്നേരത്തെ വിഷ്വൽസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പോലീസ് കൃത്യമായി അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നു. ആൾക്കാർ വീഴുന്നതനുസരിച്ച് പോലീസ് വെള്ളം കൊടുക്കുന്നു. വിജയ് മണ്ടയിൽ നിന്ന് വെള്ളം എറിഞ്ഞു കൊടുക്കുന്ന പോലീസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിനെയെല്ലാം ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ആ TVK പാർട്ടി എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ പുകമറ വെച്ചുകൊണ്ട് ഇത് TVK പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയല്ല, ഇത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയാണ് എന്ന് ചിത്രീകരിക്കാൻ നടത്തുക. സർക്കാർ പറഞ്ഞിട്ടല്ലല്ലോ TVK പാർട്ടി അവിടെ ഒരു പരിപാടി നടത്തിയത്. അല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ റെസ്പോൺസിബിലിറ്റി ആരാ ഏറ്റെടുക്കേണ്ടത്? ഇതിപ്പോ പറഞ്ഞ പോലെ വിജയ് ഇപ്പം വിജയ്ക്ക് അതിൻ്റെ തെറ്റ് കാണും. പക്ഷെ എന്നാലും താങ്കൾ പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ചോദിക്കാൻ താല്പര്യം കുറവാണ്. താങ്കൾ ഇപ്പോൾ പറഞ്ഞല്ലോ ഞാൻ ജനറേറ്റർ കറണ്ട് പോയത്. പക്ഷെ അങ്ങനെ എല്ലാം അവിടെ സംഭവിച്ചേക്കുന്നത്. അവിടെ വെളിയിൽ നിന്നും പല ആൾക്കാരും വന്ന് അവിടെ കയറിയിട്ടുള്ളവരും പലരും പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് വീഡിയോക്കകത്ത്. അല്ല നന്ദു, ഞാൻ അതിനകത്തൊരു കാര്യം പറയട്ടെ. ഇതൊരു പൊതുപരിപാടിയാണ്, ശരിയല്ലേ? ശരിയാ. അല്ലാതെ കല്യാണക്കുറി അടിച്ചു കൊടുത്ത് ഇന്ന ആൾക്കാർ മാത്രം ഇതിനകത്തോട്ട് കയറാവുള്ളൂ, ഇന്ന ആൾക്കാർ കയറി ബാക്കി അനധികൃതമായി കയറുന്നവരെല്ലാം വെളിയിലോട്ട് മാറ്റാം. അപ്പോൾ സ്വാഭാവികമായി ഈ കോൺസിക്വൻസ് TVK പാർട്ടി ആ പരിപാടി നടത്തുന്ന സംഘാടകരും കൃത്യമായി അതിനെ മുന്നിൽ കാണാൻ സാധിച്ചില്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്സ്. ഇത് പാർട്ടിക്കാരല്ല പറഞ്ഞേ. അതിൽ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ വന്ന 2 പരിക്കേറ്റ സ്ത്രീയുടെ ഒരു പുള്ളിക്കാരത്തി പറഞ്ഞ രീതി ഞാൻ പറഞ്ഞോളൂ. നന്ദു, ഞാൻ ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടന്ന രണ്ടുപേര് ഈ കാര്യം തന്നെ പറഞ്ഞേക്കുന്നേ. ഇവരെ കൊണ്ട് നിർബന്ധിച്ച് പറയാൻ പറ്റണോ? അല്ലല്ലോ. അല്ല, ഞാൻ അതിനകത്ത് നന്ദു പറഞ്ഞതിനകത്ത് എനിക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. വെളിയിൽ നിന്ന് ആൾക്കാർ വന്നു. ഞാൻ ചോദിച്ചാൽ വിജയുടെ സിനിമ ആണെന്ന്, ഞാനും വിജയുടെ ഒരു ആരാധകനാണ്. സിനിമയിൽ സ്വാഭാവികമായിട്ട് വിജയ് ഒരു പരിപാടി പങ്കെടുക്കുന്നതാണ് എനിക്ക് ആരാധന മൂത്ത് ഞാൻ ആളെ കാണാൻ പോവാം. പക്ഷേ വെളിയിൽ നിന്ന് ഒരാൾക്കാര് നന്ദു ഞാൻ അതിനകത്ത് ചോദിക്കാം, ഇവിടുന്ന് വല്ലതും ആണോ വന്നത്? ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വല്ലതും ആണോ ആൾക്കാർ വന്ന് വിജയ് കാണാൻ വന്നത്? അല്ല, തമിഴ്നാട്ടിൽ നിന്ന് തന്നെയല്ലേ? അപ്പൊ തമിഴ്നാട്ടിലെ ജനങ്ങൾ കുറച്ച് വിഭാഗം മാത്രമേ വിജയെ കാണാവുള്ളൂ, വിജയുടെ പരിപാടിക്ക് പങ്കെടുക്കാവുള്ളൂ എന്ന് പറയാൻ ആർക്ക് എങ്ങനെ അധികാരമുള്ളത്? ഇതിപ്പോ അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ അവര് വന്നവര് വെള്ള ഷർട്ടും മുണ്ടും കൊടുത്ത വന്നവരെല്ലാം വന്നവര് തെളിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ കാണാൻ പോവാണെങ്കിൽ പോലും നമുക്ക് എല്ലാവരും വെള്ളം ധരിച്ചാണ് പുള്ളിയെ കാണാൻ പോകുന്നത്. വേറെ എന്തെങ്കിലും പലരും വന്നിട്ടുണ്ട്, പല ഡ്രസ്സും ധരിച്ച് പല രീതിയിലും ആൾക്കാർ വന്നിട്ടുണ്ട്. ആ പുള്ളിക്കാരത്തി ഇന്ന് കണ്ട വീഡിയോയ്ക്ക് എനിക്ക് കണ്ട ഒരു മനസ്സിലായ കാര്യമാണ് ഇപ്പൊ എടുത്തിട്ടോടെ. അതേ ഞാൻ പറയുന്നുള്ളൂ. അല്ലെ എല്ലാ കാര്യവും ഒരാളെ നല്ല കെട്ടി വെക്കാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് ഇപ്പോഴും നന്ദു ഇപ്പൊ പറയുന്നത് വെള്ളയും ധരിച്ചിരിക്കുന്ന വെളിയിൽ നിന്ന് വന്ന തമിഴ്നാട്ടിലുള്ള വെളിയിൽ നിന്ന് വന്ന ആൾക്കാരാണ്, അല്ലെ TVK പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്തവരായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് പാർട്ടിയിലുള്ളവർ അതിനെ അനുകൂലിച്ച് നിൽക്കുന്നവരായിരിക്കും ഈ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊരു ഭാഗത്തിലേക്കാണ് ക്ലിയർ സ്റ്റേറ്റ്മെന്റിലേക്ക് വരുന്നത്. മൊത്തമായിട്ട് പറയുന്നില്ലേ, ഇതിനകത്ത് വെളിയിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നുള്ളൂ. ചെരുപ്പ് എറിയുന്ന ഒരു വീഡിയോ പുറത്തു വന്ന് കണ്ടായിരുന്നല്ലോ. അതെങ്ങനെ ചെയ്യുന്നേ? അപ്പം പുള്ളിയോട് ഇഷ്ടമില്ലാത്ത ആൾക്കാർ വന്നിട്ടില്ല ഇതൊക്കെ ഇതിൻ്റെ അത് കാണിക്കുന്നേ. നന്ദു സ്വാഭാവികമായിട്ട് നന്ദു ആ സമയത്ത് ഇതൊരു സിനിമയുടെ റിലീസ് അല്ല നന്ദു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സിനിമ വേറെ, രാഷ്ട്രീയം വേറെ. രാഷ്ട്രീയത്തിൽ എന്താ സംഭവിക്കുന്നത്? രാഷ്ട്രീയത്തിൽ വരുന്നയാളെന്ന് പറയുന്നത് ഇപ്പൊ പിണറായി വിജയൻ, ഞാൻ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നത് എന്താ? അദ്ദേഹം കേരളക്കരയുടെ മുഖ്യമന്ത്രിയാണ്.
അല്ലാതെ LDFന്റെ മുഖ്യമന്ത്രിയല്ല. അപ്പൊ കേരളക്കരയിലുള്ള ജനതകളിലെ എല്ലാം സേവിക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം വിമർശനങ്ങൾ നേരിടാൻ തയ്യാറാണ്. അദ്ദേഹത്തിന് ചിലപ്പോൾ ചെരുപ്പൂരു എറിയലുണ്ടാവും. അദ്ദേഹവും അവിടെ ഒരു പ്രശ്നം ആൾക്കാർ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹവും മനസ്സിലാക്കണം ഇത് കേരളക്കരയുടെ ആണ്. ഈ വിജയ് എന്ന് പറയുന്ന TVK പാർട്ടിയുടെ ഫൗണ്ടറായിട്ട് വരുമ്പോഴും ഇദ്ദേഹം തമിഴ്നാട് സർക്കാരിന്റെ മുഖ്യമന്ത്രിയൊന്നുമല്ല. അദ്ദേഹത്തിന് വേണ്ട ചെരുപ്പൂരി. സ്വാഭാവികമായിട്ട് ഒരു പൊളിറ്റിക്കൽ ആശയങ്ങളോട് വിരോധമുള്ള ആൾക്കാർ അങ്ങനെ ചെയ്തെന്നിരിക്കും. അവിടെയാണ് ഞാൻ പറയുന്നത്, അവിടെ എൻ്റെ വാദം അതാണ്. എൻ്റെ വാദം ക്ലിയർ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ അവിടെ എന്താ സംഭവിച്ചത്? വിജയ് എന്ന മഹാനടന്, പൊളിറ്റിക്കൽ ആക്ടർ എന്ന് പറയാം, അദ്ദേഹം എന്നെ മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. പുള്ളി മിണ്ടാറിയപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ സംഗതി വീണ്ടും ഇപ്പോൾ ഒന്നാമത് ജനങ്ങള് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പുള്ളി ഇത് പ്രശ്നം കണ്ടപ്പോഴത്തേക്കും പുള്ളി അവിടെ നിന്ന് കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നമാവും. അല്ല, എൻ്റെ ഒരു സംശയം എന്താണെന്നറിയോ? അങ്ങനെ മരണപ്പെട്ടെന്ന് നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് പോയതിന് ശേഷമാണ് മരണപ്പെട്ടു എന്ന് നമ്മൾ സ്ഥിരീകരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം അത്. ഇപ്പോൾ വിജയ് എന്ന ആൾ അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി അതിനകത്ത് മിണ്ടാതെ പോകുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? വിജയ് ഇത് മുന്നിൽ കണ്ട് ഇനി പ്രശ്നമാവും, തനിക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അതാണ് ഒരു പൊളിറ്റിക്കൽ ലീഡറും ഒരു പൊളിറ്റിക്കൽ ആക്ടറും തമ്മിലുള്ള വ്യത്യാസം. അവിടെ ഇപ്പം സ്റ്റാലിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആരായെങ്കിലും ആയിക്കോട്ടെ, രാഷ്ട്രീയ പാരമ്പര്യമില്ല. വിജയ്ക്ക് രാഷ്ട്രീയ പാരമ്പര്യമില്ല. വിജയ്ക്ക് രാഷ്ട്രീയത്തിലുള്ള ഒരു എക്സ്പീരിയൻസും ഇല്ല. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് മിണ്ടാതെ പോയത്. അതുകൊണ്ടാണ് അയാൾ സോഷ്യൽ മീഡിയ മാത്രം പ്രതികരിച്ചത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ടത്. ഈ കരൂർ ദുരന്തത്തിൽ 41 മരണം ഉണ്ടായപ്പോൾ 9 കുട്ടികൾ അടങ്ങുന്ന ഒരു മനുഷ്യ സമൂഹത്തിലെ 9 കുട്ടികൾ ഒന്ന് ആലോചിച്ച് നോക്കി. അദ്ദേഹത്തിനോട് ഈ 9 കുട്ടികൾക്ക് കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ ഈ മരണപ്പെട്ടവർക്ക് കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഇല്ലായിരിക്കാം. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിനോടുള്ള ഒരു ആരാധന മൂത്താണ് എന്ന് പറയാം. ആരാധന മൂത്ത ഒരു ആക്ടർ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ആക്ടർ ഒരു സമൂഹത്തിൽ ഇറങ്ങിയേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ആക്ടർ ഒരു പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുമ്പോൾ, ഒരു ആക്ടർ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുമ്പോൾ അതിൽ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എവിടെ? തമിഴ്നാട് എന്നുള്ള ഒരു സമൂഹത്തിലാണ്. ഇത് കേരളക്കാരിൽ ഇങ്ങനെ സംഭവിക്കുമോ? തോന്നുന്നുണ്ടോ? ഇവിടെ സംഭവിക്കാതെ എന്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അവിടെ അങ്ങനെ ഒരു ഫാൻ ബേസ് വെച്ചോ അങ്ങനെ വേറെ രീതിയിലല്ല ഇവിടുത്തെ പരിപാടി നടക്കുന്നത്. അപ്പൊ അവിടെ കൃത്യമായി നന്ദുവും പറയുന്നുണ്ട് ഫാൻ ബേസ് വെച്ചാണ് അങ്ങനെ മൊത്തമായിട്ട് ഫാൻ ബേസ് ഉണ്ട് ഇല്ലെന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലല്ല അപ്പൊ വരുന്നത്. നന്ദു പോലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളാണ് യോജിച്ചിരിക്കുന്നത്. ഞാൻ കുറച്ച് യോജിക്കുന്നുണ്ട്. അപ്പം ബാക്കി ഇപ്പൊ ഒരു 100% നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒന്ന് കണക്കെടുക്കാം. ഒരു 100% അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളോടുകൂടി നന്ദു എത്രമാത്രം സ്വീകരിക്കുന്നു? ഒരു 75% രാഷ്ട്രീയ കാഴ്ചപ്പാടുകളോട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താ? അപ്പം പുള്ളി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി അതുപോലെ പുള്ളി പറയും പുള്ളിക്ക് കോടി കാശുണ്ട്, ആസ്തിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇതിനകത്ത് പകുതി പൈസ പുള്ളി പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്, അനാദാനങ്ങൾ കൊടുക്കുന്നുണ്ട്, വേണ്ടപ്പെട്ടവർ എല്ലാം ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം പുള്ളി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു നന്മയിലുള്ളത്. അല്ല എല്ലാ സിനിമ ഇത്ര ആൾക്കാരെ പുള്ളി അടക്കി പിടിക്കാനല്ല പുള്ളി നോക്കുന്നേ. അതിൻ്റെ ഇടയ്ക്ക് പുള്ളി നന്മകളും ചെയ്യുന്നുണ്ട്. എല്ലാം ഒരാളെ തന്നെ കെട്ടുന്ന കാര്യമില്ലല്ലോ, തെളിഞ്ഞോണ്ടിരിക്കുന്നുണ്ടല്ലോ. നമ്മളിപ്പോൾ തുടങ്ങിയിടത്ത് അവസാനിച്ചിരിക്കുകയാണ് ഇപ്പൊ കൃത്യമായി പറയുകയാണെങ്കിൽ. പിന്നെ എന്തിനാ ഈ രാഷ്ട്രീയ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയ പുള്ളി ഒരു അധികാരത്തിലേക്ക് കയറുന്നത്? പുള്ളി ഇത്രയും രീതിയിൽ സേവനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ സൂര്യ ചെയ്യുന്നില്ലേ, രജനികാന്ത് ചെയ്യുന്നില്ലേ, കമലഹാസൻ ചെയ്യുന്നില്ലേ, മമ്മൂട്ടി ചെയ്യുന്നില്ലേ, അല്ല മോഹൻലാൽ ചെയ്യുന്നില്ല? അങ്ങനെ ചോദിച്ചാൽ കേരളമുണ്ട്, സമ്മതിച്ചു. പക്ഷെ പുള്ളി ഇപ്പൊ വന്ന് ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം എടുത്തു ഇതിപ്പോ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? പുള്ളി അത്രയും ചെയ്ത സേവനങ്ങൾക്ക് പുള്ളി ഒരു ദുരന്തമായി മാറിയിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം നമ്മുടെ കുടുംബത്തിലെ ഒരാളാണ് അവിടെ മരണപ്പെടുന്നതെങ്കിൽ നമ്മുടെ ഒരു വികാരം എന്തായിരിക്കും? സ്വാഭാവികമായി അദ്ദേഹം ഡയറക്റ്റ് ഉത്തരവാദിയല്ല, അദ്ദേഹം ഡയറക്റ്റായിട്ട് വന്ന് കുത്തിക്കൊല്ലുമല്ലായിരിക്കാം. പക്ഷെ പുള്ളി ഇൻഡയറക്റ്റ്ലി അവിടെ മരണപ്പെട്ടവർക്കൊരു കാരണമാകുന്നില്ലേ? പുള്ളിയുടെ രാഷ്ട്രീയം കാരണം എത്ര പേരാണ് ഇല്ലാതായത്? ശരിയല്ലേ? ശരിയാ. പുള്ളിയുടെ രാഷ്ട്രീയം കാരണം, പുള്ളി കാരണമെന്നല്ല ഞാൻ പറയുന്നത്, പുള്ളിയുടെ രാഷ്ട്രീയം കാരണം. ഇതിനു മുമ്പും പലരും പരിപാടികൾ നടത്തി ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ അണ്ടർകൂട്ട് ചെയ്യേണ്ട ഒരു സാധനമുണ്ട് ഇതിനു മുമ്പും. അപ്പോൾ സ്വാഭാവികമായി വിജയ് ഒരു സമൂഹത്തിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ, സമൂഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ വിജയ് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത്രയും ജനങ്ങൾ വരുന്ന പുള്ളി തന്നെ പ്രതീക്ഷ കാണത്തില്ലായിരിക്കും. അത്രയും ജനങ്ങൾ വരുന്ന പുള്ളി തന്നെ പ്രതീക്ഷ കാണത്തില്ലായിരിക്കും. അതുപോലെ അതിനകത്താണ് ഞാൻ പറയുന്നത്, അവിടുത്തെ കൃത്യമായി അവിടുത്തെ സർക്കാരിനറിയായിരുന്നു 10,000 പേരുടെ അനുമതിയാണ് പരിപാടിക്ക് ചോദിച്ചത്. സർക്കാരിനൊരു ബോധം ഉണ്ടായിരുന്നു ഒരു 20,000 പേരെടുത്ത് വരുമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി. അത്രയും ബോധമില്ലാത്ത ഒരാളാണോ രാഷ്ട്രീയ, അല്ലെങ്കിൽ അത്രയും ബോധമില്ലാത്ത ഒരു സംഘാടകമായിരുന്നു TVK പാർട്ടിക്കുള്ളത്? അദ്ദേഹത്തെ അല്ല പറയേണ്ടത്,
അത്രയും ബോധമില്ലാത്ത ഒരു സംഘാടകമായിരുന്നോ ഇതിനകത്തുള്ളത്? അത് ഇപ്പം നമ്മൾ സംസാരിച്ചൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം സംസാരിച്ചു, ആ ദുരന്തത്തെക്കുറിച്ച് സംസാരിച്ചു, ആ ദുരന്തത്തിൽ വന്നിരിക്കുന്ന വീഴ്ചകൾ, TVKയുടെ പാർട്ടിയിൽ നിന്ന് വന്നിരിക്കുന്ന വീഴ്ചകൾ, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ വന്നിട്ടില്ലെന്നല്ല പറയുന്നത്, സർക്കാരും കുറച്ചും കൂടെ അഡ്വാൻസ് ആകണം എന്നാണ് പറയുന്നത്. ഇപ്പം നന്ദു പറഞ്ഞ പോലെ അദ്ദേഹം ചിലപ്പോൾ നല്ലൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുള്ള ഒരു വ്യക്തിയായിരിക്കാം. ചിലപ്പം വരും വർഷങ്ങളിൽ അദ്ദേഹം തമിഴ്നാടിൻ്റെ ഒരു മുഖ്യമന്ത്രി ആയിരിക്കാം. ചിലപ്പം ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ അദ്ദേഹത്തിന് വിശ്വാസമില്ലാത്ത കൊണ്ടും ജനങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം അദ്ദേഹം TVK എന്ന പാർട്ടി രൂപീകരിച്ച് അതിനകത്തുള്ള ആൾക്കാരെ ആഡ് ചെയ്ത് നാടിനെ മുന്നോട്ട് നയിക്കണം എന്നുള്ള ഒരു പ്രൈം ഇൻറ്റൻഷനിൽ, അതായത് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ആ ഒരു ഇൻറ്റൻഷൻ അല്ല എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. നന്ദു പറഞ്ഞത് അദ്ദേഹത്തിന് ജനസേവനം എന്നുള്ള ഒരു പ്രൈം ഇൻറ്റൻഷനാണ് അദ്ദേഹം മുന്നോട്ട് വാതിൽ തുറന്നിട്ടിരിക്കുന്നത്. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ആ ദുരന്തത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്ന മുഴുവൻ സംഘാടക സമിതികളെയും സർക്കാർ അറസ്റ്റ് ചെയ്തായിരുന്നു. അവരെ അറസ്റ്റ് ചെയ്തു. അന്നേരം അദ്ദേഹം പറഞ്ഞു, എന്നെ എന്തെങ്കിലും ചെയ്തോ, എൻ്റെ ജനങ്ങളെ ഒന്നും ചെയ്യരുത്. അപ്പോൾ കൃത്യമായി അദ്ദേഹത്തിന് മോട്ടീവ് നമുക്ക് മനസ്സിലാകും. അതായത് അദ്ദേഹം രൂപീകരിച്ച ഒരു പാർട്ടിയെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ കാരണം ഒരു മനുഷ്യനും ദ്രോഹിക്കപ്പെടരുത്, ആപത്തിപ്പെടരുത്. അപ്പം ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്റ്റ് അപ്രോച്ച് അല്ലായിരുന്നു. ഈ ദുരന്തം അദ്ദേഹത്തിൻ്റെ മാത്രം വീഴ്ചകൾ കൊണ്ട് വന്നതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. കാരണം നമ്മൾ സാമാന്യമായി ചിന്താശേഷിയുള്ള മനുഷ്യരാണ്. നന്ദു പറഞ്ഞ പോലെ അത് അങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായി എനിക്കും ധാരണയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ വാദം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ആക്ടറാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായ യാതൊരു തരത്തിലുള്ള പാരമ്പര്യമില്ല. ഒരു പരിപാടി വിജയിപ്പിക്കണമെങ്കിൽ അതിനകത്ത് സംഘാടക സമിതിയാണ് ആ പരിപാടി വിജയിപ്പിക്കുന്നത്. അതായത് ഒരു കോൺസിക്വൻസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ തരണം ചെയ്യാനുള്ള യാതൊരു തരത്തിലുള്ള ഒരു പാരമ്പര്യം അദ്ദേഹത്തിനില്ലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അവിടുന്ന് ഇറങ്ങിപ്പോയത്. എന്നുവെച്ചാൽ അദ്ദേഹം പതറിപ്പോയി. ആ ദുരന്തം നടന്നെന്ന് അദ്ദേഹത്തിന് ചെവി വന്നു പറഞ്ഞപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യചിഹ്നത്തിന്റെ മുന്നിൽ അയാൾ ഞെട്ടിയുറച്ചു പോയി. അവിടെയാണ് ഒരു രാഷ്ട്രീയ നേതാവും അല്ലെങ്കിൽ ജനങ്ങളുടെ രാഷ്ട്രീയ നേതാവും ഒരു സാധാരണ സിനിമാ നടനുമായി പോകുന്നതിലുള്ള വ്യത്യാസം മനസ്സിലാകുന്നത്. അപ്പോൾ ഞാൻ ഇത്രയൊക്കെയാണ് ഞാനും പറയാൻ ഉദ്ദേശിക്കുന്നത്. നന്ദു പറഞ്ഞേക്കുന്ന വാദങ്ങളോടെല്ലാം തികച്ചും ഞാനും ബഹുമാനിക്കുന്നു. പക്ഷേ ഞാൻ ഇപ്പോഴും എൻ്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ആക്ടറാണ്, നോട്ട് എ പൊളിറ്റീഷ്യൻ. ഞാൻ കൃത്യമായി പറയാലോ, അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള പാരമ്പര്യവുമില്ല. ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യാനുള്ള പക്വത അദ്ദേഹം ആർജിച്ചെടുത്തിട്ടില്ല. ഒരു ദുരന്തത്തെ തരണം ചെയ്യാനുള്ള പക്വത അദ്ദേഹത്തെ ആർജിച്ചെടുത്തിട്ടില്ല. സിനിമകളിൽ വിജയ് എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേ രീതിയിൽ സംസാരിച്ചു. ഈ ദുരന്തത്തെയും അത്രയും രീതിയിൽ എടുത്തിട്ടുള്ളൂ. കാരണം ഈ ദുരന്തം സംഭവിച്ചതിന് ശേഷം അദ്ദേഹം പൈസ ഓഫർ ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ എല്ലാ സ്റ്റൈലുകളും ഈ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. അതല്ല ഒരു രാഷ്ട്രീയം, അതല്ല ഒരു ജനസേവനം. ഞാൻ എൻ്റെ ഒരു വാദം പറഞ്ഞെന്നുള്ളൂ. തികച്ചും വ്യത്യസ്തമായ വാദങ്ങൾ ഇനിയും ജനങ്ങൾക്കുണ്ടാകാം. അപ്പം നമുക്ക് ഏകദേശം ഈ വീഡിയോ ഈ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി ഇതിൽ മൂലം വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ഇനിയും സംസാരിക്കുന്നതായിരിക്കും. ഇനിയും ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ. ഒരു നല്ല രാഷ്ട്രീയ നേതാവായി വിജയ്ക്ക് വരാൻ സാധിക്കുന്നെങ്കിൽ ഞങ്ങളെല്ലാവരും ഈ ഇന്ത്യ ഒട്ടാകെ അല്ലെങ്കിൽ ഈ ലോകത്തിലൊട്ടാകെ വിജയെ അറിയാവുന്ന എല്ലാ മനുഷ്യരും അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറാണ്. തമിഴ്നാടിന് നല്ലൊരു പുരോഗമനം ഉണ്ടാകട്ടെ, അതിൽ കൂടുതൽ ഇന്ത്യക്കൊരു പുരോഗമനം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനോടൊപ്പം ഒരിക്കൽ കൂടി ആ മരണപ്പെട്ടവർക്ക് മുന്നിൽ ഞങ്ങൾ വളരെ ഖേദം പ്രകടിപ്പിക്കുന്നു, സങ്കടം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ see you back on next video.